माननीय अध्यक्ष जी, ബഹുമാനപ്പെട്ട ചെയർമാൻ, कल भी और आज भी ഇന്നലെയും ഇന്നും मेरे साथी नित्यानंद എൻ്റെ राय जी ने സഹപ്രവർത്തനായ നിത്യാനന്ദ റായ്ജി गृह विभाग ആഭ്യന്തര द्वारा വകുപ്പിൻ്റെ विकृत ആധികാരികമായ രേഖാമൂലമുള്ള स्थिति के बारे में ब्यौरा മറുപടിയും इस सदन വിശദാംശങ്ങളും के पटल पर സഭയ്ക്ക് रखा മുമ്പാകെ है। സമർപ്പിച്ചിട്ടുണ്ട്. परंतु പക്ഷേ आज डिस्कशन में ഇന്നത്തെ कुछ मुद्दे खड़े हुए, ചർച്ചയിൽ ഉയർന്നു വന്ന ചില വിഷയങ്ങളെക്കുറിച്ച് उसका मेरे എനിക്കറിയാവുന്ന पास जो सूचनाएं हैं, വിവരമനുസരിച്ച് इंफॉर्मेशन है, കുറച്ച് ഇൻഫോർമേഷൻ वो सदन സഭയുടെ को और सदन के മുമ്പാകെയും माध्यम से സഭയിലൂടെ രാജ്യത്തിന് पूरे മുമ്പാകെയും देश പങ്കിടാൻ साझा करने നിങ്ങളുടെ के लिए मैं അനുവാദത്തോടെ आपकी अनुमति ഞാൻ से ആഗ്രഹിക്കുന്നു. खड़ा हुआ। मान्यवर, सबसे ബഹുമാന്യരെ, पहले तो ആദ്യം തന്നെ मैं ഞാൻ ഈ ദുരന്തത്തിൽ आपदा में തങ്ങളുടെ जिन जिन പ്രിയപ്പെട്ടവരെ लोगों ने अपने നഷ്ടപ്പെട്ടവർക്കും स्वजन गंवाए हैं, जो കാണാതായവർക്കും जो കടുത്ത लापता है, വേദനയിലൂടെ जबरदस्त ट्रॉमा में കടന്നു जी रहे പോകുന്നവർക്കും हैं, और जो ഒപ്പം इंजर्ड हुए हैं, പരിക്കേറ്റ वो सभी के എല്ലാവരും प्रति എൻ്റെ मैं हृदय से ഹൃദയംഗമമായ मेरी संवेदना व्यक्त അനുശോചനം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. करता हूं। ബഹുമാനപ്പെട്ട अध्यक्ष അധ്യക്ഷൻ, महोदय, ആദ്യം एक തന്നെ बात मैं ഒരു सबसे കാര്യം पहले स्पष्ट कर देना വ്യക്തമാക്കാൻ चाहता ഞാൻ हूं ആഗ്രഹിക്കുന്നു. कि आपदा ഈ के ദുരന്ത इस समय സമയത്ത് में चाहे ഭാരത भारत सरकार സർക്കാരോ हो, चाहे രാഷ്ട്രീയ political പാർട്ടിയോ parties हो, ആരായാലും समय है കേരള സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് വയനാട്ടുകാർക്കുമൊപ്പം ഉറച്ചു നിൽക്കേണ്ട സമയമാണിത്. ഈ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തിലെ ജനങ്ങൾക്കും വയനാട്ടിലെ ജനങ്ങൾക്കും എല്ലാ സഹായവും നൽകുമെന്ന് ഈ സഭയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ രക്ഷയ്ക്കും ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനായും ഭാരത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാധ്യമായ എല്ലാവിധ സഹായവും പ്രയത്നവും ഉണ്ടാകും. ബഹുമാന്യരെ, വേണുഗോപാൽജി സംസാരിച്ചു തുടങ്ങിയപ്പോൾ രാജ്യസഭയിലെ എൻ്റെ ഒരു വാക്യം സൂചിപ്പിച്ചു. മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളിലൂടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും ആധുനികമായ ഏർലി വാർണിംഗ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുള്ളത്. 2014 ശേഷം ലോകത്ത് വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ ഇങ്ങനെ 7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദുരന്ത സാധ്യതാ വിലയിരുത്തൽ പൊതുമധ്യത്തിൽ പങ്കിടുന്നത്. 7 ദിവസം മുമ്പ് പ്രവചനം പങ്കിടുന്ന അപൂർവം രാജ്യങ്ങൾ, 4-5 രാജ്യങ്ങളിൽ ഇന്ത്യയും പല രാജ്യങ്ങളും 90%-ലധികം രാജ്യങ്ങളും 3 ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ മുൻകൂറായ എസ്റ്റിമേറ്റോ പ്രവചനമോ പങ്കിടാൻ കഴിയില്ല. 2023 മുതൽ എല്ലാ എസ്റ്റിമേറ്റുകളും ഇങ്ങനെ 7 ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്തെ ജനങ്ങൾക്കും രാജ്യത്തെ സംസ്ഥാന സർക്കാരുകൾക്കും ഞങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ചുഴലിക്കാറ്റാവട്ടെ, ശീതതരംഗങ്ങളാവട്ടെ, ഉഷ്ണതരംഗങ്ങളാവട്ടെ, ഇങ്ങനെ സുനാമിയോ ഭൂകമ്പമോ ഇവയ്ക്കെല്ലാമുള്ള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനമുണ്ട്. എന്തിന്റെ സാധ്യതയുണ്ടോ എല്ലാം, വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും അങ്ങനെയല്ല, ഇങ്ങനെ പല തരത്തിലുള്ള ഏർലി വാർണിംഗ് സിസ്റ്റം തുടക്കം ഇട്ടിട്ടുണ്ട്. 323 കോടി രൂപ ഒപ്പം 2000 കോടി രൂപയും ചെലവഴിച്ച് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി നിരവധി തരത്തിലുള്ള ഏർലി വാർണിംഗ് സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബഹുമാന്യരെ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യം സംസാരിക്കുന്നിടത്തോളം ആളുകളെ രക്ഷിക്കുന്ന കാര്യത്തിൽ സംബന്ധിച്ചിടത്തോളം 2014 മുമ്പ് ഈ രാജ്യത്ത് ദുരന്തങ്ങളോട് പ്രതികരിക്കാൻ ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് പറയാൻ കഴിയും. ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നു, രക്ഷപ്പെടുത്തൽ മാത്രം. അതായത് ദുരന്തം വന്നതിന് ശേഷം എല്ലാവരും രക്ഷപ്പെടുത്തുക, പുനരധിവാസം നടത്തുക, ഇത് മാത്രം. നരേന്ദ്രമോദി വന്നതിന് ശേഷം, രാജ്യത്തെ പ്രധാനമന്ത്രി ആയതിനു ശേഷം മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഒരു പ്രതിരോധ കോണുകൂടി ഇതിൽ ഉണ്ടായി വന്നു. ആരുടെയും ജീവൻ നഷ്ടപ്പെടാത്ത വിധത്തിൽ, കാഷ്വാലിറ്റി 0 എന്ന രീതിയിൽ. ബഹുമാന്യരെ, എല്ലാ വ്യാഴാഴ്ചയും ഓരോ പ്രത്യേക വിഭാഗത്തിൽ അടുത്ത 2 ആഴ്ചത്തേക്കുള്ള
जो ഒരു ഏകദേശ പ്രവചനം इतना सटीक ഞങ്ങൾ नहीं होता है, നൽകുന്നുണ്ട്. पूर्वानुमान देते हैं. ജൂലൈ 18 18 जुलाई തന്നെ को ही കേരളത്തിന്റെ पूर्वानुमान പടിഞ്ഞാറ് दिया था कि केरल ഭാഗത്ത് के സാധാരണയേക്കാൾ കൂടുതൽ पश्चिम तट के മഴ क्षेत्र में ലഭിക്കുമെന്ന് सामान्य പ്രവചനം से കൊടുത്തിരുന്നു. ज्यादा वर्षा होगी. फिर തുടർന്ന് 25 ജൂലൈ 25 जुलाई को उसको സ്പെസിഫിക്കലി കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ ശക്തമായ മഴയുണ്ടാകും, അതിശക്തമായ മഴയുണ്ടാകും ഇങ്ങനെ പറഞ്ഞിരുന്നു. പിന്നീട് 23 ജൂലൈക്ക് അതിശക്തമായ മഴയുണ്ടാകും, 200 മില്ലിമീറ്ററിന് കൂടുതൽ മഴ ലഭിക്കും, അത് ഇനിയും കൂടാം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. 23 തന്നെ എന്താണ് മുൻകൂർ ചെയ്യുന്ന ചില അംഗങ്ങൾ ചോദിച്ചു. 23 തന്നെ ഞങ്ങൾ 8 NDRFകളുടെ മുഴുവൻ ടീമിനെയും അവിടേക്ക് അയച്ചിരുന്നു. पूरे दल वहां पर भेज दिए गए. मान्यवर, കാരണം क्योंकि हमें मालूम था कि 23 അല്ലെങ്കിൽ 30 ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ കനത്ത മഴയോ ഉണ്ടാകുമെന്ന് സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഇപ്പോൾ ദുരന്ത നിവാരണത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ ഭരണഘടനയുടെ കീഴിൽ 2 ഭാഗങ്ങളായി ഉത്തരവാദിത്തങ്ങളായി വരുന്നു. ഒന്നാമത്തേത് ലോകമെമ്പാടുമുള്ള സാങ്കേതിക വിദ്യ भारत के ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക, സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കൃത്യമായ പ്രവചനങ്ങൾ നടത്തുക, വിശകലനങ്ങൾ നടത്തുക. വിശകലനത്തിലൂടെ സംസ്ഥാന സർക്കാരുകൾക്കും രാജ്യത്തെ ജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുക. രണ്ടാമത്, ഇതൊരു ഫെഡറൽ ഘടനയാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കേണ്ടത് ഇത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം. ഒപ്പം സാർ, പല സംസ്ഥാനങ്ങളും ഇത് വിജയകരമായി ചെയ്യുന്നു. പണ്ട് 2000 ഒരു സൈക്ലോൺ ഉണ്ടായി, 10,000-നടുത്ത് ആളുകൾ മരിച്ചു. എന്നാൽ അടുത്തിടെ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചിരുന്നു. 7 ദിവസം മുമ്പ് തന്നെ വിവരം നൽകുകയും പൂർണ്ണമായി ഒഴിപ്പിക്കുകയും നടത്തുകയും ചെയ്തതിനാൽ ഒരു ജീവൻ മാത്രമാണ് നഷ്ടപ്പെട്ടത്. ഒരേ ഒരു ജീവൻ മാത്രം നഷ്ടപ്പെട്ടു. ഗുജറാത്തിൽ സൈക്ലോൺ അടിക്കുമെന്ന് വിവരം ലഭിച്ചു. 7 ദിവസം മുമ്പ് നമ്മൾ വിവരം കൈമാറി, പൂർണ്ണമായ രീതിയിൽ ഒഴിപ്പിക്കൽ നടന്നു. ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അഭിമാനത്തോടെ ഞാൻ പറയുന്നു. ഒരു മൃഗത്തിന് പോലും ജീവൻ നഷ്ടപ്പെട്ടില്ല. കാരണം 7 ദിവസം എന്നത് വളരെ നീണ്ട സമയം തന്നെയാണ്. സംസ്ഥാന ഭരണത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ചില വിഷയങ്ങൾ ഉന്നയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കുരുക്കാൻ ചിലർ ശ്രമിക്കുമ്പോൾ കുറച്ച് കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബാംഗ്ലൂരിലെ MP വളരെ രോക്ഷാകുലനാണ്. പക്ഷേ IIT ഡൽഹി ഈ സൈറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ താമസിക്കുന്ന അനധികൃത ആളുകളെ ഏതെങ്കിലും പദ്ധതി പ്രകാരം താമസം മാറ്റിക്കണം എന്നുള്ളത് അന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലും സാധ്യതയുള്ളതിനാൽ ഈ ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്ന് 2020 വീണ്ടും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അത് നടന്നില്ല. 4000-ഓളം കുടുംബങ്ങളെ ഏതൊക്കെ സ്ഥലത്ത് നിന്ന് മാറ്റണമെന്ന് സൂചിപ്പിച്ചു. ആളുകൾ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. പക്ഷേ വളരെ ദുഃഖമുണ്ട്, 6 വർഷം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടും അതിന് മാറ്റിപ്പാർപ്പിക്കാനോ യാതൊരു വ്യവസ്ഥയും ഉണ്ടായില്ല എന്നതിൽ വളരെ ദുഃഖമുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിച്ചില്ല. പക്ഷേ വിവരം ലഭിച്ചയുടൻ സംസ്ഥാനത്തേക്ക് NDRF പോയി. പുലർച്ചെ 4-ന് കളക്ടർ ഗ്രീൻ സിഗ്നൽ നൽകിയ ഉടൻ അവിടെ എത്തി. സൈന്യം ആളുകളെ രക്ഷിച്ചു. സൈന്യമെത്തി, ഇന്ത്യൻ എയർഫോഴ്സ് എത്തി, ഹെലികോപ്റ്ററുകൾ എത്തി, ഒരു CISF സംഘം അവിടെ എത്തി. നമ്മുടെ സൈന്യം ഉടൻ തന്നെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചു. അതിലൂടെ 1000 പേരെ ഒഴിപ്പിച്ചു. 100 കണക്കിന് ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനവും നടത്തി. എന്നാൽ നിർഭാഗ്യരായ ചിലരെ നമുക്ക് രക്ഷിക്കാനായില്ല. ഇതുപോലെ നമുക്കെല്ലാം നഷ്ടമുണ്ടായി. നമ്മെല്ലാവരും വേദനയിലാണ്. ആ നഷ്ടം നമ്മളെല്ലാം വഹിക്കേണ്ടി വരും. അവരുടെ കുടുംബങ്ങൾക്ക് വഹിക്കേണ്ടി വരും. സർ, എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ
सभी എല്ലാ സംസ്ഥാന സർക്കാരുകളും राज्य भी योजनाएं 2024 2014 ശേഷം എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു आने वाला हूं इसी सत्र ഈ में സെഷനിൽ बताने തന്നെ वाला हूं, ഒരു इसे ബില്ല് detail से കൊണ്ടുവരാൻ बताऊंगा। പോകുന്നു. कृपया आप इसका ഞാനത് अभ्यास करें। വിശദീകരിക്കാം. इसकी ദയവായി early അത് warning system പിന്തുടരുക. को कभी-कभार वो गलत भी हो सकता है। നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനം ചിലപ്പോൾ തെറ്റായി വന്നേക്കാം. പക്ഷേ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിൽ ഒരു ദോഷവുമില്ല. ഇത് ചെയ്തില്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ ആളുകൾ മരിക്കും. ഇത് ഗൗരവമായി കാണുകയും ഉത്സാഹത്തോടെ ചെയ്യുകയും വേണം. ഉത്സാഹത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷാപ്രവർത്തനത്തിൽ ഭാരത സർക്കാർ ഒരു അവസരവും പാഴാക്കിയിട്ടില്ല. രാവും പകലും ജോലി ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ഇന്ന് ഇവിടെയുണ്ട്. കൺട്രോൾ റൂമിൽ നിന്ന് പ്രധാനമന്ത്രി നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഞാനും എൻ്റെ ഓഫീസും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. എൻ്റെ MOS നിത്യാനന്ദ റായ്ജി എല്ലാ ദിവസവും മണിക്കൂറുകളോളം കൺട്രോൾ റൂമിൽ ഇരിക്കുന്നു. അത് നിരീക്ഷിക്കുകയും ചെയ്യും. ദുരിതാശ്വാസത്തിന്റെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരവസരവും പാഴാക്കിയിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യൻ സർക്കാർ കേരള സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ്.